ഹായ് ഗൈസ്, നമ്മളൊന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂ നോസ് മീ ബെറ്റർ, അതായത് ആർക്കാണ് എന്നെ കൂടുതൽ അറിയാമെന്ന്. ഒരു മിനിറ്റ്, ഇതിനകത്താണ് ഞാൻ എന്റെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഞാനൊരു 10-14 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഇതിൽ ആർക്കാണ് എന്നെ കൂടുതലായിട്ട് അറിയുന്നതെന്ന്. എന്തോ അപ്പൊ ആർക്കാണ് ഇവരിൽ എന്നെ നന്നായിട്ട് കൂടുതൽ അറിയാ എന്നാണ് നമ്മുടെ കളി. കണ്ടീഷൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യന് മൈനസ് മാർക്ക് ഉണ്ടാവുമായിരിക്കും. -1 വരും. പിന്നെന്താ, 14 ക്വസ്റ്റ്യൻ ആണുള്ളത്. എനിക്കൊരു ഇതുണ്ട്. ആൻസർ ഫസ്റ്റ് പപ്പ പറയണം, സെക്കൻഡ് പപ്പ കോപ്പി അടിക്കാനുള്ള പേടിയുണ്ടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് തന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ഒരു ക്വസ്റ്റ്യന് രണ്ടുപേരും ആൻസർ പറയേണ്ട കാര്യം. ഫസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യം പപ്പയുടെ ആൻസർ എന്താന്ന് പപ്പ പറയണം. അത് കഴിഞ്ഞ് അമ്മയുടെ ആൻസർ എന്താന്ന് പറയണം. ഓക്കെ 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 ഓക്കെ. ഓ എന്താ പൊന്നോ. ഓക്കെ ഓക്കെ ഓക്കെ. മൈക്ക് പപ്പയ്ക്കും കൊടുക്കണം. എന്തോ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വന്നായിരുന്നു, മറന്നുപോയി. മൈനസ് ആവും. 14 ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട്. പിന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. ആദ്യം ജയിക്കാൻ നോക്കണം. എന്താ വേണ്ട, എന്താ പ്രതീക്ഷിക്കുന്ന, എന്താ പ്രതീക്ഷിക്കുന്ന വലിയ വലിയ എല്ലാ ഐറ്റമാണോ? ഞാൻ 5ന്റെ ഡയറി മിൽക്ക് മേടിച്ചതരാം. ആര് പൈസ കൊടുക്കും? പപ്പ പൈസ കൊടുക്കും. പപ്പനോട് മേടിച്ചു തരാൻ പറഞ്ഞ മത്സരാർത്ഥികൾക്ക് ഞാനല്ലേ മേടിക്കുന്നത്. എനിക്ക് 5ന്റെ ഒന്നും പപ്പയല്ലേ മേടിച്ചിരുന്നേ. അപ്പൊ പിന്നെ ഒരു ഓക്കെ. അപ്പൊ നമ്മൾ പിന്നെ കണ്ടിന്യൂ ആണ്. പപ്പയ്ക്ക് കുറച്ച് കോള് വന്നിരണം, ലാഗ് ആയിപ്പോയി. സോ അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചാടിക്കറിയൊന്നും പറയരുത് കേട്ടോ. ഞാനിങ്ങനെ ചോദിക്കണം, അവര് പറയണം. അത് എങ്ങനെയാ, ഞാനിവിടെ ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്ക് പറയരുത്, ആവശ്യത്തിൽ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് കളർ. ഞാൻ ചോദിക്കും. ഫസ്റ്റ് ഇവിടെ തുടങ്ങാം. പറ. ബ്ലാക്ക്. ഓക്കെ, അത് കറക്റ്റ് ആയത് കാരണം ഞാൻ രണ്ടുപേർക്കും ഓരോന്ന് വെച്ചുതരാം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യന്, എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. ഞാൻ ചോദിക്കാം. ഫസ്റ്റ് ഇവിടുന്ന് ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. സ്റ്റാർട്ടിങ് ആക്കുമ്പോ ചെറുതും കൊണ്ട് തുടങ്ങും. അയ്യോ, നിനക്ക് കൊറേ ഇഷ്ടമാണല്ലോ. അങ്ങനൊന്നുമില്ല, ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ ഏത് പള്ളിപ്പെരുന്നാളിലും ആയാലും ഫസ്റ്റ് ഞാൻ അത് വേണം. ഒരെണ്ണം ഉറപ്പിക്കണം. ചോക്ലേറ്റ് ഒരെണ്ണം ഉറപ്പിക്കണം. ഞാൻ ഉറപ്പിച്ച പിസ്ത. ഞാൻ പറഞ്ഞു വിചാരിച്ചോണ്ടിരുന്നല്ലേ. പറ. എന്റെ പേര് അയ്യോ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങ് പറയും. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞില്ലേ മോശമാട്ടോ. അതുണ്ട്, ടൈം ഉണ്ട്. ചെറിയ ക്വസ്റ്റ്യൻ ഒന്നും അധികം ടൈം പറ്റില്ല. വലിയതാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു പെരുന്നാളിന് പോയി കഴിഞ്ഞാൽ 10 ഐസ്ക്രീം അപ്പൊ ഏതാവും ഇഷ്ടമുള്ള നമുക്കറിയാം. 10-20 ഫ്ലേവറുള്ള ഐസ്ക്രീം ചിലപ്പോ എല്ലാം കൂടെ ഒരുമിച്ച്, എല്ലാ ഫ്ലേവറും കൂടെ ഒരുമിച്ചിട്ട് വാങ്ങിച്ചിട്ട് തിന്നും. അങ്ങനെയൊക്കെ. എന്നാലും ഞാൻ ഫസ്റ്റ് ഒരെണ്ണം ചോദിക്കും. ശിശുമലപ്പള്ളിയിൽ പെരുന്നാളിന് പോയപ്പോ ഞാൻ 2ാമത്തെ ദിവസം ഞാൻ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ മേടിപ്പിച്ചായിരുന്നു. ഇത് സമയങ്ങളെ പെട്ടെന്നൊരു ഫ്ലേവർ. മൈനസ് മാർക്ക് തിരിഞ്ഞ മാംഗോ ബാർ. ഉറപ്പിച്ചോ? ഉറപ്പിക്കണം. സ്ട്രോബെറി. ഉറപ്പിച്ചോ? സ്ട്രോബെറിയോ? കഴിഞ്ഞ സ്ട്രോബെറി ഉറപ്പിച്ചില്ല. സ്ട്രോബെറി ഒന്നും ഞാൻ കഴിക്കാറുമില്ലല്ലോ വരികയ്ക്ക്. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ ചോക്ലേറ്റ് അല്ലേ മേടിച്ചേ. ചോക്കോബാർ കഴിക്കാറുണ്ട്. അത് ചോക്ലേറ്റാ. ഞാൻ അങ്ങനെയല്ല, ഞാനും പൊന്നും കൂടെ ചോക്ലേറ്റ് മേടിക്കുമ്പോ ചോക്ലേറ്റ്. പക്ഷെ കഴിഞ്ഞ വട്ടം ഞാൻ ചോക്ലേറ്റാ മേടിച്ചത്. അല്ല, ഞാൻ കഴിഞ്ഞ വട്ടം ചോക്ലേറ്റാ മേടിച്ചേ. ചോക്കോബാർ ഉണ്ടെങ്കിലും ഇവിടെ വേറെ ചോക്കോബാർ അല്ല, മറ്റേ മാംഗോയും
പിന്നെ മാംഗോ ബാർ പിസ്തയും കുടിക്കാറുണ്ട്. ടെൻഡർ കോക്കനട്ടും എല്ലാം കൂടെ ഒരുമിച്ച് അത് നാലഞ്ച് ഐസ്ക്രീം ടെൻഡർ കോക്കനട്ട് മേടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അത്. അത് അമ്മ കഴിച്ചിട്ടില്ല, അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ കഴിപ്പിച്ച. പിസ്ത ഭയങ്കര ടേസ്റ്റ് ആണ് അത്. ഏത് കഴിച്ചാലും ഇഷ്ടം. എന്നിട്ട് ഇവർക്ക് ചോക്ലേറ്റ് ഞാനും പൊന്നും ചോക്ലേറ്റ് മേടിക്കുമ്പോ ഇവിടെ ചോക്ലേറ്റ് മേടിക്കാറില്ല. അല്ല പൊന്നും നിങ്ങൾ കളക്കളിയല്ല, ഇത് ഫൗള് വെച്ചാ ഫൗള് അല്ല. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടം. രണ്ടുപേർക്കും മാർക്ക് തരൂല. 0 0. അല്ല, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടാ. കുഴപ്പമില്ല, എടുത്തോ. ഒരൊറ്റ ഐസ്ക്രീമിന്റെ ചോദ്യം കൊണ്ട് ഇവിടെ അടിയല്ല. കാരണം ഇവിടെ ചോക്ലേറ്റ് ഐസ്ക്രീം മേടിക്കുന്നത് ഞാൻ ഇത്രയും വർഷത്തിനടുത്ത് ഞാൻ 1-2 വട്ടം കണ്ടുള്ളൂ. ബാക്കി ഫുള്ള് ഞാൻ ഇങ്ങനെ ഡെയിലി ചോക്ലേറ്റ് മേടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ നീ കഴിക്കുന്ന നോക്കിട്ടല്ലേ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അയ്യോ, അപ്പൊ 13 ക്വസ്റ്റ്യൻ ആയിപ്പോ. വേണ്ട, അയ്യോ, ഓക്കെ, നോക്കാം. നമുക്ക് ലാസ്റ്റ് നോക്കാം. നിലവിൽ ഞാൻ ഒരു മാർക്കും തന്നിട്ടില്ല. ഓക്കെ, അടുത്തത് എന്റെ കംഫോർട്ട് ഡ്രിങ്ക്. അതായത് ഒരു ജ്യൂസ് ഫ്ലേവർ പോലെ ഉണ്ടാവുമല്ലോ പുറത്തൊക്കെ പോകുമ്പോ ഞാൻ കഴിക്കുന്നേ എന്റെ ഒരു കംഫോർട്ട് ഡ്രിങ്ക് എന്താണ്? ഓക്കെ, ഫസ്റ്റ് ഇവിടുന്ന് പറ. ബ്ലൂ മിന്റ്. മിന്റ് ഫ്ലേവർ. മിന്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, എനിക്ക് അറിയായിരുന്നു, കാരണം ഞാൻ അതല്ലാണ്ട് പുറത്തു പോയാലും ഒന്നും കഴിക്കില്ല. ഇതൊക്കെ പിന്നെ കുഴപ്പമില്ല. ഐസ്ക്രീമില് ഞങ്ങള് ഓക്കെ, അടുത്തത്. ഇതിപ്പോ അടുത്ത എത്ര ക്വസ്റ്റ്യൻ? 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്റെ ഫേവറേറ്റ് മൂവി. ഓക്കെ, ഫേവറേറ്റ് മൂവി പറയരുത്, ഞാൻ ചോദിക്കും. കൊറേ ഫേവറേറ്റ് ഉണ്ട്. ഒരെണ്ണം. രോമാഞ്ചം. ഇല്ല, ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെക്കണം എന്ന് പറയും, പക്ഷെ ഞാൻ ഇവിടെ അധികം വെക്കലില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം മൂവി. പറ. മലയാളമാണോ തമിഴാണോ? തമിഴ്. തമിഴാ? അധികം സമയം അധികം സമയം വേണ്ട. തമിഴാണെങ്കിൽ മറ്റേ പടത്തിന്റെ പേരെന്താ? വിജയന്റെ പടല്ലേ? പറ. ഒരാൾക്കൊരു ചാൻസ്. ഫുട്ബോൾ കളിന്റെ പേരെന്താ പടത്തിന്റെ പേര്? ഞാൻ പറഞ്ഞുതരാം. നിന്നോട് ചോദിച്ച കാര്യം നീ എന്റെ ശക്തി പറഞ്ഞു അല്ലേ? ഇത് അതല്ല, ഇത് ഞാൻ ടൈമർ സെക്കൻഡ് കേട്ടോ. നിങ്ങളിങ്ങനെ ശല്യപ്പെടുത്തി കോൺസെൻട്രേഷൻ ഇല്ല. 4 5 അത് എതിരാളിയാ. 7 8 9 10 കഴിഞ്ഞു. കൊറേ നേരം ഞാനൊക്കെ പെട്ടെന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നാലും അതല്ല. ഞാൻ പറയട്ടെ, എന്നാലും വെറുതെ പറയട്ടെ. കത്തിയാ തമിഴാന്ന് കത്തിയിലെനിക്ക്. ഞാനത് തമിഴാന്ന് വന്നപ്പോ എന്റെ എല്ലാം പോയത്. വരുന്നത് കൂട്ടില്ല, പക്ഷെ എന്നാലും പറയാലോ. പക്ഷെ പപ്പ കൊറേ സമയം എടുക്കുന്നത്. പറഞ്ഞില്ലല്ലോ. പപ്പ കത്തി പറയോ? പപ്പ ഗില്ലിയ ഉദ്ദേശിച്ചേ. ബിഗിലായിരിക്കും. ബിഗില ഉദ്ദേശിച്ചേ. ഗില്ലി കബഡിയല്ല. കത്തിയായിരുന്നു. ഞാൻ അന്നേരം ഓർത്തില്ല. ഞാൻ തമിഴ് ഓർത്തില്ല. വിജയിനിയെ ഞാൻ മറന്നുപോയി. പക്ഷെ അത് കഴിഞ്ഞപ്പോ തമിഴാന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് കത്തിന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ഇവിടെ അധികം പറയട്ടെ അല്ല അതില് ഫസ്റ്റ് പപ്പേനോട് ചോദിക്കും. അല്ല അതിന് നിനക്ക് വിജയിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം നിങ്ങൾ ഒന്നിച്ചുള്ളത്. ഞാനിവിടെ അല്ല, പക്ഷെ ഞാനിവിടെ കത്തി വെക്കലൊന്നുമില്ല. ഇച്ചാന്റെ ഫോണിൽ നിന്ന് വെക്കുമോ? ഇവിടെ കത്തി വെക്കാറില്ല. ഞാൻ കത്തി വെക്കലൊന്നുമില്ല. ഞാൻ പിന്നെ കത്തി ടൈം വെക്കണം. പപ്പയ്ക്ക് കൊറേ ടൈം കിട്ടുന്നുണ്ട്. ശരിയാവില്ല. ഇതിപ്പോ അമ്മയ്ക്കല്ലേ മാർക്ക് കിട്ടിയേക്കുന്നേ? അല്ല, ആർക്കും മാർക്ക് എന്നിട്ട് അമ്മ നൈസായിട്ട് ഓക്കെ. അടുത്തത് ഇത് ചിലപ്പോ നിങ്ങക്ക് കിട്ടുമായിരിക്കും. ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതാ ഇഷ്ടം. എന്റെ ഫേവറേറ്റ് സ്മെൽ ടൈപ്പ്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറെക്കുറെ ഈ സ്മെല്ല് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഈ സോഫയിൽ ഇരുന്ന് ഞാൻ പറഞ്ഞായിരുന്നു അമ്മേനോട്. എന്നോട് ഫസ്റ്റ് പറ. പെട്രോളിന്റെ സ്മെൽ. എന്നോട് പറയാറില്ല. വണ്ടിയിൽ എണ്ണ അടിക്കാൻ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതല്ല. എന്തായാലും എന്റെ അടുത്ത് പെട്രോളിന്റെ ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടാവില്ല. അതല്ല, പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിൽ എങ്ങനെ പുറത്തിറങ്ങുമ്പോഴോ? ഞാൻ പുറത്തിറങ്ങുമ്പോ എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഏതെങ്കിലും മെനയായിട്ട് സ്മെല്ലായിരിക്കും, നല്ലതൊന്നും സ്മെല്ലൊന്നും ഇഷ്ടപ്പെടൂല വീടിന് പുറത്തിറങ്ങുമ്പോ. ഇവിടെ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ വീടിന്റെ പുറത്തിറങ്ങുമ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്ന് ഞാനങ്ങനെ സ്മെല് എനിക്ക് കിട്ടാറില്ല, പക്ഷെ പുറത്തുനിന്ന് ഇറങ്ങുമ്പോ എനിക്ക് സ്മെല്. ഇവിടെ ടൈമർ ഉണ്ട് കേട്ടോ, പപ്പ ബഹളം ഉണ്ടാക്കപ്പോ അവിടെ ടൈമർ ഇല്ലാണ്ട് വെച്ചില്ല, അപ്പൊ കുഴപ്പമില്ല. ഇല്ല 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 4 5 6 7 8 9 10. കേട്ടോ. അല്ല എന്തെങ്കിലും പറയണം, ഇത് ബ്ലാങ്ക് ആക്കി വിടരുത്. ടൈമർ സ്പ്രേന്റെ മണാണോ? ഇല്ല തോറ്റോ. ഓറഞ്ചിന്റെ തൊലി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു സൈസ് കയ്പ് മണം ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പുറത്തിറങ്ങുമ്പോഴല്ല, വണ്ടിയിൽ ഛർദിക്കാൻ പോകുമ്പോ. അത് തന്നെ, അതല്ലല്ലോ നീ ചോദിച്ച ചോദ്യം. ഞാൻ പുറത്തല്ലാണ്ട് എനിക്ക് ആ മണം ഇഷ്ടമാണ്. ഛർദിക്കാൻ വരുമ്പോ എനിക്ക് അങ്ങനത്തെ ഒരു സൈസ് കിട്ടാത്തോണ്ടാ. പെട്രോളിന്റെ ഓറഞ്ചിന്റെ എനിക്ക് ഓർത്തു, പക്ഷെ നീ ഛർദിക്കുമ്പോ പറഞ്ഞല്ലോ നീ പറഞ്ഞത്. വായിൽ കടിക്കുമ്പോ ഓറഞ്ചിന്റെ പെട്രോൾ പെട്രോൾ 1/2 മാർക്ക് ഞാൻ തരാം, അതെനിക്ക് ഇഷ്ടമാണ്. അത് പറ്റില്ല, ഏതെങ്കിലും ഒന്നും കളിഞ്ഞോട്ടോ. അല്ല പെട്രോൾ എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അത് മാത്രം, ഇത് ഓറഞ്ച് രണ്ടിനും ഇല്ല പറ്റില്ല. അതെന്താ അവൾ ഉത്തരം പറഞ്ഞത് വേറെയാ, പിന്നെ പക്ഷെ പെട്രോൾ എനിക്ക് ഇഷ്ടമാണ്. ചോദ്യം ശരിയില്ല, രണ്ടുപേർക്ക് എന്നെ അറിയില്ല. ഛർദിക്കുമ്പോ വായില് ഓറഞ്ചിന്റെ തൊലി കടിച്ചു കഴിഞ്ഞാൽ ഒരു കയ്പ് രസം വരും, അപ്പൊ നമുക്ക് ഛർദിക്കാൻ പുറത്തിറങ്ങുമ്പോ അതിന്റെ മണെന്ന്. അതല്ല ഞാൻ ഉള്ളിന്ന് എനിക്ക് ആ എന്തായാലും മണം കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉള്ളിന്ന് ഞാൻ മണക്കാറില്ലെന്ന് പറഞ്ഞു. ഓറഞ്ചിന്റെ തൊലിയെ ഞാൻ അതാ എന്റെ അടുത്ത് പറഞ്ഞു, വായില് കടിച്ചപ്പോ കയ്പ് രസം ഉണ്ട്. അപ്പൊ അല്ല ഓറഞ്ചിന്റെ തൊലി ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്നു. അല്ലാണ്ട് പുറത്തിറങ്ങുമ്പോ ആ മണം ഇഷ്ടം അങ്ങനെയില്ല. ഇത് ഓറഞ്ചിന്റെ തൊലി എന്റെ കയ്യിലുണ്ടായിരുന്നു. ഓറഞ്ചിന്റെ തൊലി എന്റെ കയ്യിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ചോദ്യം ചോദിക്കാൻ അറിയില്ല, അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയില്ലാത്തോണ്ടാ. അല്ല ഞാനിങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പമല്ല, പക്ഷെ കറക്റ്റ് ആയിരിക്കണം. എന്റെ ഇഷ്ടങ്ങള് അത് നമുക്ക് വേറെ വീഡിയോ. അത് നിങ്ങൾ അറിയുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യന് കറക്റ്റ് പറയായിരിക്കും. 6ാമത്തെ ചോദ്യം. എന്റെ കയ്യില് കുറച്ച് പൈസ കിട്ടി, ഒരു lakhs കിട്ടിന്ന് വിചാരിക്കാം. ഞാൻ ആദ്യം പോയിട്ട് അതും കൊണ്ട് എന്തായിരിക്കും ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് ഷൂ മേടിക്കും. എന്താ? ആദ്യം പോയിട്ട് ഡ്രസ് എടുക്കുമായിരിക്കും ഫസ്റ്റ്. ഉറപ്പിച്ചോ? രണ്ടും ഉണ്ട്, ഞാൻ രണ്ടും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഷൂവും ഡ്രസ്സെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞാൽ ഞാൻ 2 പേർക്കും തരാം. അതെനിക്ക് പറയുമെന്ന് എനിക്ക് അറിയായിരുന്നു. പിന്നെ അടുത്തത് ഞാനൊരു പ്രാക്ടിക്കൽ പേഴ്സൺ ആണോ, ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ആണോ? അതായത് എന്റെ കോൺസെപ്റ്റില് ഞാനൊരു പ്രാക്ടിക്കൽ പേഴ്സൺ ആണോ, ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ആണോ? ഓക്കെ, ചോദിക്കും. പറയാൻ അവിടുന്ന് മുട്ടുക, ഇങ്ങനെ വിതുമ്പോ അമ്മയ്ക്ക് അമ്മയുടെ ചുണ്ടിലുണ്ട് ആൻസർ. അല്ല, നേരത്തെ ഞാൻ ഫസ്റ്റ് ആണ്. പ്രാക്ടിക്കൽ പേഴ്സൺ, ഇമോഷണലി അടുത്ത് കൂടെ പോയിട്ടില്ല. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ 7 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരിക്കുന്നു. അതിൽ 3 ഓറഞ്ച് പോയി. അല്ല, നല്ല ക്വസ്റ്റ്യൻസ് അവർക്ക് തന്നെ അറിയില്ലാത്ത. അടുത്തത് ചെറുതായിരുന്നപ്പോൾ ആൻഡ് കറന്റ്ലി എന്റെ അംബീഷൻ. ഞാൻ എങ്ങനെ പറഞ്ഞു? അംബീഷൻ, കറന്റ്ലി എന്റെ അംബീഷൻ. ചെറുതായിരുന്നപ്പോഴും കറന്റ്ലി എന്റെ അംബീഷൻ. എനിക്ക് എന്താവണമെന്നായിരുന്നു ആഗ്രഹം? ഫസ്റ്റ്ലി ഡോക്ടർ. അതും എനിക്കറിയായിരുന്നു, ഞാൻ ഇങ്ങനെ എളുപ്പത്തിന് ഇട്ട് തന്നെയാ. അല്ല, എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് പൈലറ്റ്, എയർ ഹോസ്റ്റേഴ്സ് എന്നൊക്കെ എന്റെ മനസ്സിൽ വന്നായിരുന്നു. പിന്നെ നോക്കുമ്പോ ആ സൈഡിൽ കൂടെ, അതായത് അല്ല, അത് എഴുതിയേക്കുന്ന ഡോക്ടർ, അത് കഴിഞ്ഞ ഞാൻ കാണിച്ചതാ. പിന്നെ 1.5 മണിക്കൂർ എഴുതിയതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ പെട്രോൾ എനിക്കൊരു ഇഷ്ടമാണ്. പെട്രോള്, നെയിൽ പോളിഷിന്റെ മണം, ഡീസൽ, അങ്ങനത്തെ ഒരു മണം എനിക്ക് ഇഷ്ടമാണ്. മണ്ണെണ്ണ. ഓക്കെ, മണ്ണെണ്ണ തല വഴി ചോദിക്കുന്നു. അല്ലേലും അമ്മ മിക്കവാറും എന്നെ ഇത് കഴിഞ്ഞ കൊല്ലും കേട്ടോ. എനിക്ക് ഓറഞ്ചിന്റെ തൊലിയും ഐസ്ക്രീമും എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ച് ഓറഞ്ച് മേടിച്ച് തൊലി കൊടുക്കണേ.
പൊന്നിന് സന്തോഷമായിരിക്കും. അടുത്തത് എന്റെ കയ്യിൽ എനിക്കുള്ള ഫേവറേറ്റ് ഡ്രസ്. എന്റെ കയ്യിൽ, അതായത് എന്റെ അടുത്തുള്ളതിൽ എന്റെ ഫേവറേറ്റ് ഡ്രസ്. ഇതിന്റെ പേരെന്തായിരുന്നു? ജീൻസ്. ജീൻസ് അല്ല, അതിന്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ. ബാഗി ജീൻസ്. ബാഗി ജീൻസ്. പിന്നെ ടീഷർട്ട് ഏതായിരുന്നു? ബാഗി ജീൻസ്. എനിക്ക് കൊറേ ടീഷർട്ട് ഉണ്ട്. ഇതിന്റെ ഏത് ടീഷർട്ടാണ്? വൈറ്റ് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈറ്റ് ഷർട്ടാ എന്റെ ഫേവറേറ്റ് ഡ്രസ് ആട്ടാ ചോദിച്ചേ. ഇത് കഴിഞ്ഞ് ഇവിടെ പറ. അല്ല അത് പറ്റില്ല. അല്ല, രണ്ടും കുഴപ്പമില്ല. ബാഗി ജീൻസ് ഓക്കെ, പക്ഷെ ടോപ്പ് എനിക്ക് ആ ബ്ലാക്ക് കുർത്തിയ. ഏത്? അമ്മ ഫുൾ സ്ലീവ് തയ്ച്ചത്. ഇപ്പം 1/2 മാർക്ക് തരാം. ഞങ്ങള് രണ്ടുപേരും ഒരുപോലെ തയ്പ്പിച്ചില്ലേ ഫുൾ സ്ലീവിന്റെ. പക്ഷെ അത് ഇടുന്ന കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതെന്താണോ, അത് ചൂടിടും. 2 വട്ടം ഇട്ടിട്ടുള്ളൂ. ഇടുന്നതല്ലേ നമുക്ക് പറയാം. അതെന്താണോ, സ്നേഹം കൊണ്ട് എനിക്ക് സൂക്ഷിച്ചു വെച്ചേക്കുന്നേ. ഞാൻ അതിനെ സ്നേഹം കൊണ്ട് സൂക്ഷിച്ച് പൂഴ്ത്തി വെക്കും. നമ്മൾ ഇടുന്ന നോക്കിയിട്ട് പറയും. അതാണ്. അപ്പൊ ഒരു ഗുണം കിട്ടിയില്ല നമുക്ക്. എന്താ? ഇനിയിപ്പോ അതേപോലത്തെ വല്ല തുണികൾ മേടിച്ച് അടിച്ചു കൊടുത്താൽ മതി. കടയിൽ മേടിക്കണ്ടല്ലോ. സത്യം. സാധനമല്ലേ. അതല്ല, അങ്ങനല്ല. അപ്പൊ എനിക്ക് വേറെ കുറെ കുർത്തീസ് ഉണ്ട്. പക്ഷെ എനിക്ക് ആ കുർത്തീസിൽ ആ കുർത്തി എനിക്ക് ആ സ്റ്റിച്ചിങ് ആണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഇവര് നൈസിൽ തന്നെ ലോ ബഡ്ജറ്റ് ആക്കാൻ നോക്കും കേട്ടോ. ഇതിപ്പോ എനിക്ക് ഒരു 1/2 മാർക്ക് തരാം. രണ്ടുപേരും ബാഗി ജീൻസ് പറഞ്ഞു, പക്ഷെ ടോപ്പ് തെറ്റാം. സോ 1/2 മാർക്ക് വെച്ച് രണ്ടുപേർക്കും തരാം. ഓക്കെ. ഓക്കെ, അടുത്തത് മോസ്റ്റ് യൂസ്ഡ് മേക്കപ്പ് പ്രൊഡക്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്റ്റ്. ഇത് ഇവിടുത്തെ കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാം. ആർക്ക് ചോദിച്ചാലും ഇത് അറിയാം. പറ. ലിപ്സ്റ്റിക് അല്ല, ലിപ്സ്റ്റിക്. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? ഇല്ല കേട്ടോ. അല്ല, ഞാൻ ലോഡുണ്ട്. അമ്മയുടെ ഉണ്ടായിരുന്നു, അമ്മ തിന്നതാ. ഞാൻ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയാ. അമ്മ ഇടും, ചുണ്ടിലല്ലാന്നേ ഉള്ളൂ, പുറത്ത് വിടാൻ. ഇത് ഇങ്ങനെ വാരി തൂക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടേനെ അതിന് കാപ്പി ഇച്ചിരി കാപ്പി ഞാൻ ഇച്ചിരി കുടിച്ചോളൂ. ഭയങ്കര മധുരം. അടുത്തത്, എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാ, പക്ഷെ എന്റെ മടി കാരണം ഞാനതിപ്പോ ചെയ്യാറില്ല. എനിക്ക് ചെയ്യാൻ ആ പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ, പക്ഷെ എനിക്ക് അതൊരിക്കലും വീട് പണി ചെയ്യില്ലല്ലോ. അല്ല, എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ചാടിക്കറി ഇങ്ങനെ ആണോന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ചിലപ്പോ ആണെങ്കിലോ. അത് ഏതെങ്കിലും പണിയാണ്. അല്ല, ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്റെ മടി കാരണം ഞാനത് ചെയ്യാറില്ല. ഭയങ്കര ഇഷ്ടം എനിക്ക് ചെയ്യാൻ, പക്ഷെ എനിക്ക് മടി കാരണം ഞാൻ അത് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ കഴിഞ്ഞു. അതൊരു വല്ലാത്ത ആൻസർ ആയി പോയിട്ടോ. ഞാൻ എന്തെങ്കിലും വീട്ടുപണി ഇതൊന്നും അതിന് പെടില്ല. അതൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ചെയ്യാറുമില്ല. പിന്നെ ഏതാ കുക്കിങ്ങോ? ഞാൻ എന്തോടെ ഉണ്ടാക്കുന്നുള്ളേ? അല്ലെങ്കിൽ ഇഷ്ടമൊന്നും അവള് ചെയ്യാറുമില്ല, അവൾക്ക് മടിയുമില്ല, അവൾക്ക് അതിൽ ഇൻട്രസ്റ്റേ ഇല്ല. അവൾ ആ കാര്യത്തിന് ഇറങ്ങാറില്ല. ഫേസ് പാക്ക് തന്നെയാണോ? അതൊരു പണിയാണ്. അല്ല, അവള് വേറെ പണിയൊന്നും ഇവിടെ ചെയ്യാറില്ല. സ്കില്ലാ, പക്ഷെ അതിന് ഒരു പണിയും ചെയ്യാറില്ല. സ്കില്ല, പക്ഷെ അതെനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്റെ മടി കാരണം ഞാനിപ്പോ ചെയ്യാറില്ല. രണ്ടുപേരും തോറ്റില്ലേ? നീ അതിനൊന്നും ചെയ്യുന്ന ഞാൻ കാണാറില്ല. മാത്രം കുക്കിങ്ങും കഴിഞ്ഞില്ലേ? സംഭവം ഞാൻ പറയട്ടെ, ക്രാഫ്റ്റ് ഞാൻ പേപ്പറും കൊണ്ട് ചെയ്യാറുണ്ടായിരുന്നു. അതെനിക്ക് ഇപ്പോഴും ഇഷ്ടം. ഞാൻ അവിടെ പകുതിക്കാക്കിയിട്ട് പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുത്തിയിരിപ്പുണ്ട്, സാധനം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ? കൊറോണ കാലത്ത് അതെനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ പക്ഷെ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ കുറിച്ച് ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ജോലി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉറങ്ങാറുണ്ട്. അതെ, ഉറങ്ങാറ് മാത്രമേ ഉള്ളൂ.
എന്താ തിന്നാറുണ്ട്? അതെ, അത് രണ്ടും മാത്രമേ ഉള്ളൂ. അതൊക്കെ ഭയങ്കര കഷ്ടപ്പെടാം. അമ്മക്ക് ഉറക്കില്ലല്ലോ. അല്ല ഇവൻ ഉറക്കില്ലല്ലോ. എനിക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതും ഒരു സ്കില്ലാണ്. സ്കില്ലുണ്ടായിട്ട് കാര്യമില്ല. സ്കില്ല് ഇപ്പൊ അത് പറ്റാത്തവര് കുറെ പേരുണ്ട്, ഉറങ്ങാൻ ഗുളിക കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട്, എന്നാലും എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ കഴിവല്ലേ. ഇല്ല, അല്ലാതെ ടെൻഷൻ ഇല്ലാത്ത കുറെ ആൾക്കാരും ഇങ്ങനെ ഉറങ്ങാൻ ബുദ്ധിമുട്ട് പിൽസ് ഒക്കെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. എനിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, എനിക്ക് ഉറങ്ങാൻ സമയമില്ലാത്തതുകൊണ്ട്. അടുത്ത പറ. മാനസിക രോഗിയാണ് അത്ര. എന്തായാലും എനിക്ക് രോഗമില്ല. അടുത്തത് എനിക്ക് അംബീഷൻ അല്ല, എനിക്ക് ഒരു ഡ്രീം ഉണ്ട്. ഞാൻ അതിവിടെ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കാര്യമാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് ചെയ്യേണ്ടത്, എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഡ്രീം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. രണ്ടുപേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഉണ്ട്. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വീടാണോ? 1 പപ്പയ്ക്ക് കഴിവില്ല. എനിക്ക് സമയം കച്ചവടക്കാരൻ വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ് ആലോചിച്ചോട്ടെ. ഈ സംസാരമൊക്കെ ഒരു സെക്കൻഡിൽ കൂടും. അത് പിന്നെ ഒന്നും മിണ്ടാണ്ടിരുന്ന ആലോചിക്കേ. ഇത് ഭയങ്കര കള്ളക്കളിയുണ്ട്. അപ്പനും മോളും ഒരുമിച്ച് ഒരു ടീം, നമ്മളെപ്പോഴും പുറത്താ. 1 2 അല്ല അപ്പയ്ക്ക് കിട്ടാൻ സാധ്യതയില്ല. 4 5 6 7 ഇനി ആലോചിക്കാൻ സമയമില്ല. ഓക്കെ, കഴിയില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ ഞാൻ വലിയൊരു മോളിൽ കൊണ്ടെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അല്ലല്ല, ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാനോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെന്ന് ഞാൻ കുറെ വട്ടം വീട് കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയൊരു കടയിൽ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുപ്പിച്ചിട്ട് ലാസ്റ്റ് ബില്ല് എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അല്ല, എന്നാലും അതൊരു ഡ്രീമാണ്. അതൊരു വലിയ ഡ്രീമാണ്. അതിങ്ങനെ ഒരു രസമല്ലേ? അത് പറഞ്ഞാൽ മനസ്സിലായില്ല. അത് വേണ്ടി ഉണ്ടാക്കുന്ന ദൈവമേ, ഞാൻ അമ്മേനോട് പപ്പ കേട്ടിട്ടില്ലെങ്കിലും ഉണ്ട്, പക്ഷെ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. ഏതോ വർഷത്തിലേതോ എപ്പോഴും പറയുന്നില്ല. അയ്യോ, പിന്നെ ഞാൻ നാളെ തൊട്ട് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു വട്ടം പറഞ്ഞിട്ടില്ലേ? എപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ഇനി ഞാൻ നാളെ തൊട്ട് രാവിലെയും ഉച്ചയ്ക്കും. ഈ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നമ്മളടുത്ത് കുറെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് അങ്ങനെയൊക്കെ. ഇത് വർഷം കഴിഞ്ഞ മുമ്പത്തെ വന്നാൽ വർഷം പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തേ ഇല്ല. പപ്പയ്ക്ക് ഓർമ്മയില്ലാത്ത പപ്പയ്ക്ക് കിട്ടത്തില്ല. ഞാൻ വിചാരിച്ചു വീടായിരിക്കും, പക്ഷെ വീടാണ് അല്ല, വീടാണ് കെട്ടില്ല. അവള് അംബീഷൻ അല്ല. ഞാൻ 4 വർഷം കൊണ്ട് യൂട്യൂബിൽ വീടാവൂലേ? അതാ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും അല്ലായിരുന്നു അത്. എന്നിട്ട് അമ്മ പറഞ്ഞ എന്താ വീടല്ലേ പറഞ്ഞത്? എന്നിട്ട് ഞാൻ വീടാ പറഞ്ഞത്. വേറെ ഒന്നും എനിക്ക് എന്നോട് പറഞ്ഞ ഓർമ്മയില്ല. ഏതല്ലായിരുന്നു അത്? ഞാൻ അംബീഷൻ അല്ല പറഞ്ഞത്. എനിക്ക് ഞാൻ എസ്പെഷ്യലി പറഞ്ഞത് സാലറി കിട്ടണം നമുക്കല്ല. അല്ലാതെ നമുക്കല്ല, അത് പറഞ്ഞായിരുന്നു. എനിക്ക് സാലറി കിട്ടിയിട്ട് ഞാൻ എന്തായിരിക്കും സെന്റ് അടിക്കരുത്. സാലറി കിട്ടുമ്പോ ഞാൻ എന്ത് കിട്ടുമെന്നാണ് എനിക്ക് വല്ലാത്തൊരു ചോദ്യം. ഒരു സംഭവം തന്നെ. ഞാനൊന്ന് തുമ്മി, അത് ഏത് സമയത്താന്നൊക്കെ ചോദിക്കുന്നത്. സമയം തീയതിയൊക്കെ പറയാം. എവിടെ വെച്ച തുമ്മി? എന്റെ അടുത്ത് ഞാൻ ചേച്ചി വീടായിരുന്നു, ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഇടണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് വീട് അതൊക്കെ പറഞ്ഞു. അതൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? അതൊക്കെ പറഞ്ഞല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, അടുത്തത്. അയ്യോ, അടുത്തൊന്നും നിങ്ങൾ കേട്ടത്തില്ല. നിങ്ങൾ എന്റെ തെറിപ്പാട്ട് എടുത്തു. മണ്ണെണ്ണ വെച്ച് കത്തിക്കാൻ നോക്കിയതാ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ആയിട്ട് സഹോദയോ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അമ്മ ഓർക്കാൻ സാധ്യത കുറവാ. സഹോദയക്ക് ഒന്ന് പോയായിരുന്നു. അതെന്തിനായിരുന്നു? സഹോദയ നവോദയ. നവോദയാണ്. അതായത് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയിട്ട് നമ്മൾ അടുത്ത സൂത്രത്തിലേക്ക് പോയില്ലേ? മനസ്സിലായില്ലേ? സഹോദയത്. അത് തന്നെ. നമ്മുടെ സ്കൂളിൽ നമുക്ക് ഫസ്റ്റ് കിട്ടും.
എന്നിട്ട് നമ്മൾ വേറെ സ്കൂളിലെ എല്ലാ സ്കൂളിലെ പിള്ളേരുമായിട്ട് ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി പോകില്ലേ? അതെന്തിനാ? നവോദയാണോ അത്? എനിക്ക് അതിനെ കുറിച്ച് അറിവില്ല. ഞാൻ പോയിട്ടുണ്ട്. ആ അച്ചാച്ചനോട് ചോദിച്ചത്. ഞാൻ പോയിട്ടുണ്ട്. എന്നെ അച്ചാച്ച കൊണ്ടുവിട്ടെ. സഹോദയ എന്നല്ലേ ഇനി പറയുന്നത്? ഉണ്ട് ഉണ്ട്. അതായത് നമ്മുടെ സ്കൂളിൽ മത്സരിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടും. എന്നിട്ട് പിന്നെ അതാണ് എന്റെ ചോദ്യം. ഞാനിവിടെ മത്സരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മക്കുറവുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എപ്പോഴാ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സ്കൂളിൽ നമ്മളിങ്ങനെ നമ്മുടെ പിള്ളേരായിട്ട് മത്സരിക്കും. അല്ല, എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു. ഈ പപ്പയ്ക്ക് അറിയില്ല. പപ്പയ്ക്ക് ഓർമ്മ അല്ല. അതായത് ഞാൻ എന്താ പറയുന്നത് മറന്നുപോയി. നമ്മുടെ സ്കൂളിലെ പിള്ളേരായിട്ട് മത്സരിച്ച് കഴിഞ്ഞിട്ട് പുറമേന്നുള്ള സ്കൂളുകാരായിട്ട് നമ്മളിങ്ങനെ മത്സരിക്കാനായിട്ട് ഒരു ഇതുപോലെ അതിനെ സഹോദയ എന്നാ പറയുന്നത്. അപ്പം ഞാൻ എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിലും കണ്ടു പഠിക്കുമ്പോ ഞാൻ ഫസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതെന്തിനാ? പക്ഷെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആ സാധനം നാടോടി നൃത്തമാണോ? നൃത്തത്തിനൊന്നല്ല. അല്ലല്ല, ക്രാഫ്റ്റ് ആണോ അത്? പക്ഷെ ഏറെക്കുറെ ആയി വരുന്നുണ്ട്. ചാൻസ് വരട്ടെ? ഫസ്റ്റ് പറഞ്ഞു. അല്ല, ഫസ്റ്റ് പറഞ്ഞു. ഒരു മിനിറ്റ്. എന്തെങ്കിലും പറ, എന്തെങ്കിലും പറ. നൃത്ത പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്? അതിനല്ല. അതിനല്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓർമ്മ വരുമായിരിക്കും. അത് ഇനി കേട്ടതുണ്ടോ അതോ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ വെറുതെ പറഞ്ഞു വിടുന്നല്ലേ? ഞാൻ പറയുന്നൊന്നും കേൾക്കാറില്ലെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് അതിനെ കുറിച്ച് ഒരു അറിവില്ല. സത്യം പറയല്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് പറ. പപ്പ പറ. ഞാൻ പണ്ട് എനിക്ക് അതിനുള്ള അവിടെ പപ്പയ്ക്ക് ടിക് ടിക് വൺ അടിക്കാൻ സമയമില്ല. പപ്പ ആ സമയം കൂടെ ആലോചിച്ചോണ്ടിരിക്കുക. പറയാൻ കഴിയും, ചിലപ്പോ കഴിയും. പക്ഷെ പപ്പയ്ക്ക് ഓർമ്മക്കുറവുള്ളായിരുന്നു. ഞാൻ വേണേ ക്ലൂ തരാം. ഞാൻ അച്ചാച്ചന്റെ വീട്ടിൽ നിന്നപ്പോ എന്നെ അച്ചാച്ചയാ കൊണ്ടുപോയത്. അതായത് സ്കൂളിലെ ബസ് കയറ്റി വിടാനായിട്ട് എന്നെ അച്ചാച്ച കൊണ്ടുപോയത്. അല്ല, എന്നാലും അതിന് ഓർമ്മയൊന്നും വരില്ല. അച്ചാച്ചന്റെ വീട്ടിൽ നിന്നപ്പോഴാണ്. പപ്പ ഉണ്ടായിരുന്നല്ലോ അവിടെ. പക്ഷെ പപ്പേനോട് ഞാൻ വിളിച്ചൊക്കെ പറഞ്ഞു. അപ്പാ എനിക്ക് ഫസ്റ്റ് കിട്ടി, അവിടെ പോണം, അങ്ങനെ എനിക്ക് സാധനങ്ങൾ ഇതാക്കണം എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. ചിത്രരചനയല്ലല്ലോ. ക്വിസൊന്നുമല്ല. പരിസരത്തൊക്കെ നോക്കണ്ട. കേട്ടോ, രണ്ടുപേരും അതന്നല്ലേ? പക്ഷെ അതൊന്നുമല്ല. ഞാൻ വെജിറ്റബിൾ പെയിന്റിങ്ങിന് പോയ കാര്യം ഞാൻ ഒരു വെള്ളത്തില് പറഞ്ഞായിരുന്നു ജേസ്. അത് എപ്പോഴും ആ വീട്ടിൽ നിന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വെജിറ്റബിൾ പെയിന്റിങ്ങിന് ഇതിനകത്ത് വെജിറ്റബിൾസ് കൊണ്ട് ഇങ്ങനെ ഇതാക്കി പെയിന്റിങ്, വെജിറ്റബിൾസ് വെച്ചിട്ട് പെയിന്റ് അടിക്കാൻ ചെയ്താ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അക്കാര്യത്തിൽ എന്നെ സമ്മതിച്ചു. അല്ല, പറഞ്ഞത് എനിക്ക് അഭിമാനപ്പുള്ളി. അത് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മ വരും എന്നതാ ഞാൻ പറഞ്ഞേക്കുന്നത്. അത് ഞാൻ ഇവിടെ മറ്റേ ലേഡീസ് ഫിംഗർ മേടിക്കുമ്പോ ഒക്കെ ഞാൻ പറയുന്നുണ്ട്, ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, എന്നാലും പപ്പയ്ക്ക് അറിയാം. പപ്പയ്ക്ക് ഓർമ്മ വേണം. ഓർമ്മയാ കഴിഞ്ഞ മാസം നടന്ന കാര്യം വരെ നമുക്ക് ഓർമ്മയുണ്ട്. അത് ഓർമ്മക്കുറവിന്റെ. എന്നാലും എന്റെ ഈ കാര്യം ഞാൻ ആകെ അതിന് മാത്രമേ പോയിട്ടുള്ളൂ. ഈ ജാമ്പാട് കാലത്തുള്ള കാര്യങ്ങൾ പ്രസന്റ് നടക്കുന്ന കാര്യങ്ങൾ പോലും. ശരി, എന്നാ പ്രസന്റ് നടക്കുന്ന അടുത്ത കാര്യം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം. അതായത് ഞാനിങ്ങനെ എത്ര കിട്ടിയാലും ഞാൻ ആ സാധനം തിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ചോറ്, അല്ലല്ല, നമ്മുടെ വീട്ടിലല്ല കേട്ടോ. വീട്ടിലല്ല, പുറത്തുനിന്ന് മേടിക്കുന്നതാണ്. പൈസ കൊടുത്ത് തന്നെ മേടിക്കണം. പിന്നെ എത്ര കിട്ടിയാലും ഞാൻ ആ സാധനം തിന്നും. വലിയ ഹെവി ആയിട്ടുള്ള സാധനമൊന്നുമല്ല. അത് ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനത് ആ വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ആ വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഹെവി ഫുഡ് ലൈക് ബിരിയാണി പോലെ അങ്ങനത്തെ ഹെവി ഫുഡ് ഒന്നും അല്ല. നൂഡിൽസ് ഇങ്ങനെ എന്തൊക്കെ പറയാം, നമുക്കിങ്ങനെ മേടിക്കാം, എന്നിട്ട് നമുക്ക് തിന്നാം. ഞാൻ പറയട്ടെ, ബിങ്കോ. നൂഡിൽസ് ബിങ്കോ. സെറ്റല്ലേ? ബിങ്കോ.
അത് അതല്ലേ ഞാൻ ഫുഡ് ഹെവി ഫുഡ് എന്ന് പറയുന്നത്. അറിയില്ല, ഇന്നലെയും കൂടെ മേടിച്ചു കൊടുത്തില്ലേ. എന്തുകളോ എന്നിട്ടും പപ്പയ്ക്ക് കത്തിയില്ലല്ലോ. ഫുഡ് എന്ന് പറയുന്നത് ബിങ്കോ കത്തിയായിരുന്നു. അപ്പൊ പക്ഷെ ഇവള് ചോറും ഉണക്കമീനും ഞാൻ വിചാരിച്ചപ്പോ ഇവള് വീട്ടിൽ എല്ലാം ബിങ്കോ ഫുഡ് ഹെവി ഫുഡ് അല്ല, ജങ്ക് ഫുഡാണ്. നൂഡിൽസ് പിന്നെ ഹെൽത്തി ഫുഡ് ആണല്ലോ. നൂഡിൽസ് അങ്ങനെ നൂഡിൽസും ജങ്ക് ഫുഡിൽ പെടുന്ന തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞ ഹെവി ഫുഡ് ഒന്നും അല്ല, ലൈറ്റ് ഫുഡാണ്. അത് സ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അല്ലാണ്ട് ഫുഡ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം എത്ര കിട്ടിയാലും എന്തായാലും ഒരു മാർക്ക് അതിലമ്മ ഒന്നും പറയില്ല. കാരണം അമ്മയ്ക്ക് കിട്ടി. സ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിങ്കോ മാത്രമല്ലേ ഉള്ളൂ, വേറൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. കടയിൽ ചെന്നിട്ട് എനിക്ക് ഒരു ഫുഡ് തരാൻ എനിക്കൊരു ബിങ്കോ തരാൻ പറയാം. ബിങ്കോ ബിരിയാണി മേടിക്കാൻ പോലും നമ്മൾ ഫുഡ് താന്നല്ലോ, ബിരിയാണി താന്നല്ലോ പറയാ. ഹോട്ടലിൽ പോയിട്ട് ബിങ്കോ കഴിച്ചാൽ കിട്ടുമോ? ഹോട്ടലില് ബിങ്കോ ഉണ്ടല്ലോ. അല്ല ഞാൻ പറഞ്ഞില്ല, ഹോട്ടലിൽ പറഞ്ഞില്ല. ഞാൻ ഹോട്ടലിൽ പോയി സാധാരണ ഒരു ഉച്ചയ്ക്ക് ഒരു ഫുഡ് കഴിക്കാൻ ബിങ്കോ ആണ് കഴിക്കുക. ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, രാത്രിയൊക്കെ ബിങ്കോ അടിക്കും. ഞാൻ കഴിക്കും. എനിക്ക് വിശപ്പിനും ബിരിയാണിക്ക് വരെ എനിക്ക് ബിങ്കോ മേടിച്ചാൽ ഞാൻ തരും. 5 എത്ര കിട്ടിയാലും ഞാൻ തിന്നാന്നാണ് പറഞ്ഞത്. ഒരു 100 രൂപയ്ക്ക് ബിങ്കോ മേടിച്ചാൽ ഞാൻ തരും തിന്നോളാം. 100 രൂപയ്ക്ക് ബിങ്കോ മേടിച്ചു തന്നിട്ട് വേണം 5000 ആശുപത്രി കൊണ്ടുപോയി. എന്റെ ഫേവറേറ്റ് ബിങ്കോന്റെ കളറും കൂടെ ചോദിക്കായിരുന്നല്ലേ. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അത് ഈ കൂട്ടത്തിൽ പെടില്ല, എന്നാലും ഞാൻ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി പറയാൻ ഒരാൾക്ക് ഒരു ചാൻസേ ഉള്ളൂ. ഈ കൂട്ടത്തിലില്ല, എന്നാലും പറഞ്ഞോ. എന്റെ ഫേവറേറ്റ് ബിങ്കോന്റെ കളർ ഓറഞ്ച്. റെഡാ. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആദ്യം അല്ല, റെഡ് അല്ല അമ്മ പച്ചയാ പറഞ്ഞത്. പച്ച കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഒരു ചാൻസിലേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ അത് കേട്ടെങ്കിലും പപ്പ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല, ബിങ്കോ അമ്മ പറയില്ല. എനിക്ക് കിട്ടി, ഒരു മാർക്ക് കിട്ടി. അതിനെന്താ പറയാ? അതിന് പിന്നെന്താ പറയാ? അത് ഫുഡല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞു അല്ല, സ്നാക്കും നമ്മൾ തിന്നുന്ന എന്തും നമ്മുടെ ഫുഡാ. നമ്മൾ തിന്നുന്ന എന്തും നമ്മുടെ ഫുഡാ. അത് ഫുഡല്ലേ? കാര്യത്തിൽ അമ്മേന്റെ സപ്പോർട്ട്. നമ്മൾ തിന്നുന്ന തോറ്റതിന്റെ രോദനം ഞാൻ 2 മുട്ട എടുത്ത് തരും. താടാ ഞാൻ കൂട്ടട്ടെ, എനിക്ക് അല്ലാണ്ട് കൂട്ട അറിയില്ലടാ. ഓക്കെ, നിങ്ങൾ കോംപ്രമൈസ് ആക്കി ഞാനിത് കൂട്ടട്ടെ. ഷോ കഴിഞ്ഞോ? 14 വർഷം കഴിഞ്ഞു. പാര ജയിച്ചേക്കുന്നത് അത് കാൽക്കുലേറ്റ് അറിയോ? നാളുണ്ടോ? 1 വെച്ചിട്ട് കൂട്ടി 10 വെച്ചിട്ട് കൂട്ടിട്ട് കൂട്ടാൻ അറിയില്ല. എന്നിട്ട് 1 ചോദിച്ചേ. ഇതല്ലേ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കണേ. ഞാൻ മനസ്സിന് കാണാൻ പറ്റൂലല്ലോ. എനിക്ക് കാണാലോ. എവിടെ? പപ്പയ്ക്കാട്ടോ. 1 0 1 0. ഇത് കൂട്ടി കഴിഞ്ഞിട്ട് വീഡിയോ ആക്കാം, അതാ നല്ലത്. സോ ഗൈസ്, അപ്പൊ നമ്മൾ വിന്നറെ എന്താ പ്രവചിക്കാനോ ദൈവവചനോ പ്രവചിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. പപ്പ ആദ്യം വിന്നറെ പറയണോ അതോ ആദ്യം രണ്ടുപേരുടെ പപ്പന് പറഞ്ഞോ? എനിക്ക് പിന്നെ ഓ അഹങ്കാരം. പപ്പയ്ക്ക് പപ്പ 14-ൽ 6.5 മാർക്കോടെ വിജയിച്ചിരിക്കുന്നു. ഇവര് കളകളിയാട്ടോ, ഞാൻ പാവം. അമ്മ 7.5 മാർക്കോടെ മുന്നിട്ട് നിൽക്കുന്നു. അത് അല്ല, അമ്മ പപ്പേന്റെ അടുത്തേക്ക് ചോദ്യം വരുമ്പോഴത്തേക്ക് അമ്മ 1 2 3 അതെടുത്ത് പപ്പ പിന്നെ മറന്നു. 3 ചോദ്യത്തിന് പപ്പ പിന്നെ അമ്മ ലാഗ് അടിക്കില്ല. അമ്മ എല്ലാം പെട്ടെന്ന് പറയും. അറിയില്ലെങ്കിൽ അമ്മ പെട്ടെന്ന് പറയും. പപ്പ തെറ്റാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയും. പപ്പയ്ക്ക് ഇപ്പൊ സമയം കൊടുക്കാറില്ല കേട്ടോ. 3 ചോദ്യത്തിന് ഇങ്ങനെ ഞാൻ വിചാരിച്ച് നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പപ്പന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും 1 2 3. അല്ല, ഏതൊരു പ്രസ്ഥാനത്തിലായാലും ഏതൊരു സംഭവ സ്ഥലത്താണെങ്കിലും ഒരു സുഖമില്ലാത്ത വ്യക്തികൾ കൺസിഡറേഷൻ കൊടുക്കും. 5 മിനിറ്റ് ഗ്യാസ് കയറാനോ? ഓർമ്മക്കുറവുള്ള വ്യക്തികൾ. ഓർമ്മക്കുറവ് എനിക്കുണ്ട്.
സമ്മതിച്ചു. ഇവിടെ മൊത്തം രോഗികളാട്ടോ. ഇതൊരു പിന്നെ ഹോസ്പിറ്റൽ വാർഡാ. വേറൊരു കാര്യം, ഈ ചോദ്യം ചോദിച്ച വ്യക്തി ജനുവൻ ചോദ്യമല്ല ചോദിച്ചത്. ചോദ്യത്തോട് വളരെയധികം പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. ചോദ്യം പൊട്ടയാ. അതായത് ചോദ്യം പുറത്തിറങ്ങി വേണം അത് അതല്ല ചോക്ലേറ്റ്, ഇത് രണ്ടും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വേറെ ഒന്നും ഉണ്ടായിരുന്നു. വേറൊന്നുമില്ല. ഇപ്പൊ എന്താ ഓർമ്മക്കുറവില്ലേ? എല്ലാം ചോദ്യം ഉടായ്പ ചോദ്യമില്ല. പിന്നെ പപ്പ തോറ്റതിന്റെ രോദനം. അല്ല, പപ്പയ്ക്കിടാൻ പറ്റും ഇത്രയും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. പഴയ ചോദ്യങ്ങളെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് രണ്ടുപേരും ഞാൻ ചില ചോദ്യം ചോദിക്കും. എന്താ ചോദിക്കും? അത് അടുത്ത എപ്പിസോഡ് ആയി കഴിഞ്ഞാൽ ഞാൻ പോട്ടെ. നെക്സ്റ്റ് എപ്പിസോഡ് എന്റെ ചോദ്യം എനിക്ക് പ്രിപ്പയർ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോ ഈ വീട്ടിലൊരു കൂട്ടക്കലഹായിരിക്കും. അതെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടിയായിരിക്കും. ഇവിടെ ആരെങ്കിലും കാണാണ്ട് ക്യാമറ എവിടെയെങ്കിലും ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വെറും തറയാ. 3 ഭാഗത്തിന് അല്ല, ഞാൻ ഞാനുണ്ടല്ലോ എന്തുണ്ടെങ്കിലും ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ കേട്ടിരിക്കും. ഞാൻ ഭയങ്കര പാവ. ആരെ ശല്യം ചേർന്നും പോവാറില്ല. ഭ്രാന്തുള്ള ആരെങ്കിലും ഭ്രാന്തെന്ന് പറയോ? പറയില്ലല്ലോ. അതുപോലെ തന്നെയാ. പറയോ? ഞാൻ ചിരിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് ഇവിടുത്തെ റിമോട്ട് അടിച്ചുപോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അതുപോലത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളിതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.